മേന്നെ. ഓ, പടത്തിലെ പെണ്ണിന്റെ വരെ കല്യാണായി. മേന്നെ മേന്നെ. എന്തടാ വേണ്ട? ആയ് കള്ളം കിടന്ന് ഉറങ്ങ. മേന്നെ, ഞാൻ ഈ കേട്ടത് ശരിയാണോ? താൻ ആ പഴയ ലൈനിനെ വിട്ടുന്ന്. താൻ വിട്ടെങ്കി അവരുടെ റൈറ്റ്സ് എനിക്കിട്ട് തന്നേക്ക്, ഞാൻ കിട്ടിക്കോളാം. കുട്ടിയെ ആദ്യം കണ്ടപ്പോഴേ എനിക്കുണ്ടായി ലവ്. എന്താ ശാലീനത, എന്താ തറവാടിത്തം, എന്താ ഒരെടുപ്പ്. ഉള്ളത് പറയാലോ, താൻ കല്യാണം കഴിക്കാഞ്ഞത് നന്നായി. തന്റെ കയ്യിൽ അത് നിക്കില്ല. താൻ വിഷമിക്കണ്ട. വലേന്ന് പോയാലും കുളത്തിൽ തന്നെയല്ലേ. തനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ വന്നൊന്ന് കാണാലോ, അത്രേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? പെങ്ങളാ? മനസ്സിലായില്ല മനസ്സിലായില്ല. അതാണ് ദേഷ്യം വരണേ. ഞാൻ അതങ്ങോട്ട് ക്ലിയർ ആക്കി തരാം. ഇപ്പോ തന്റെ മകനെ ഞാൻ വേറെ ആരെങ്കിലും ആയിട്ട് കാണണ്ട, എന്റെ കൂട്ടുകാരന്റെ മകനായിട്ടാ. അതുപോലെ എന്റെ ഭാര്യയെ താൻ സ്വന്തം പെങ്ങളായിട്ട് കാണണം, അത്രേ ഉള്ളൂ. അളിയൻ അങ്ങോട്ട് കിടന്നേ. ഇനി എനിക്ക് അളിയന്റെ സമ്മതം വേണം. സമ്മതിച്ചു എന്ന് വെച്ച് അളിയനെ ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരാന്ന് അളിയന്റെ മൂത്ത മകനും അവന്റെ ഭാര്യ ഗിരിജയും സമ്മതിച്ചിട്ടുണ്ട്. അളിയ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ഒന്ന് സമ്മതിച്ചു ഒന്ന് പറയാ അളിയ, ഒരു അത്യാവശ്യമായിട്ടല്ലേ. അത് മതി അളിയ, അത് മതി. ദേ, ഈ കല്യാണത്തിന് പാരിതോഷികമായിട്ട് എനിക്കും ടീച്ചർക്ക് ഉണ്ടാവണ ആദ്യത്തെ കുട്ടിയെ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് നടയിരുത്തും. അളീനാണെങ്കിൽ അമ്മയില്ലാത്ത കുട്ടികളെ വളർത്തി നല്ല ശീലാണല്ലോ. ഒന്ന് ഇറങ്ങിപ്പോഴോ. ആ, എനിക്ക് സമയമില്ല, ഞാൻ പോവാ. കല്യാണത്തിന് അളിയൻ താടിയൊക്കെ പഠിച്ച് മിടുക്കനായിട്ട് വന്നോളട്ടോ. ചന്തിലടിപ്പഴമാങ്ങ. പഴയ കാമുയിക്ക് ഒരാളെ കിട്ടിയ സന്തോഷത്തിലെ നിന്റെ അച്ഛൻ. നാണല്ല. ഇല്ല, നിന്റെ അമ്മയൊന്നുമല്ലല്ലോ ഞാൻ കെട്ടണത്. നാണിച്ച് നിന്നാ നിന്റെ അച്ഛന് പറ്റിയതുപോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയത് കാണേണ്ടി വരുമടാ ആണ്ടിലൊരിക്കൽ പല്ല് തേക്കുന്നവനെ. എന്റെ ഈശ്വരാ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. ആ ബ്രഷ് ബ്രഷ് വിടാൻ ഒരു പൊട്ടൻ ചക്കൻ.